ഇത് ഞാനാ. തുറക്ക്. എങ്ങനെയാ പുറത്ത് ഒരു രക്ഷയില്ല. താഴെ മൊത്തം പോലീസുകാരാ. എടി ഞാൻ ഈ ഫ്ലാറ്റിലുള്ളവരെ പോലെ മാസ്ക് ഇട്ട് പുറത്തിറങ്ങിയാല. ഞാൻ താഴെ ഇറങ്ങിയിട്ട് തന്നെ മാധവേട്ടൻ പിടിച്ചു ചേർത്തിയ. പിന്നെ നീയോ? ഇതിപ്പോ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നേ? ഒരു രക്ഷയില്ല. ബെസ്റ്റ്. സിദ്ധാർത്ഥ വിളിക്കണേ. വീഡിയോ കോളാണേ. ആ സിദ്ധാർത്ഥ്. ആ റൂമൊക്കെ ഒന്ന് എനിക്കൊന്ന് കാണിച്ചേ. സിദ്ധാർത്ഥ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതെന്താ നിനക്ക് ഇഷ്ടമില്ലാത്തത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, വഴക്ക് വേണ്ട. റൂം കണ്ടാ പോരെ, കാണിച്ചു തരാം. അങ്ങനെ വരട്ടെ. ഗുഡ് ഗേൾ. നൈസ്. വെൽ അറേഞ്ച്ഡ്. ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തോ? പ്രിൻസും മാധവനൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്തുറ്റി? ആരത്? ആരത്? അല്ല, കണ്ണിന് എക്സസൈസ് ചെയ്യാം. ഓ, കണ്ണിന് എക്സസൈസ് ചെയ്യായിരുന്നോ? എന്നെ കൂടെ ഇത് പഠിപ്പിച്ചിരുവോ? ഓ, എന്റെ കണ്ണിന് ഭയങ്കര വേദന. ഞാനിവിടെ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, മനസ്സിലായില്ലേ ഇപ്പോ? അതെനിക്ക് അറിഞ്ഞൂടെ വൈകക്കുട്ടി. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്താ മോളെ ഒരു മൂടില്ലാത്തത്? ചേട്ടൻ വിളിച്ച് ഡിസ്റ്റർബൻസ് ആയ? എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി ശരി. ഓക്കെ. എന്ത് പറയാനാ ഇയാളെ കൊണ്ട്? ഇവരെന്താ വല്ല സൈക്കോ ആണോ? എനിക്കെന്തായാലും സന്തോഷമായി. സുന്ദരനും സുമുഖനും സുശീലനുമായി എന്നെ തേച്ചിട്ടാണ് നീ ഇതുപോലൊരു പ്രാന്തന്റെ പുറകെ പോയത്. നീ എന്നെ തേച്ചപ്പോഴേ ഞാൻ ആലോചിച്ചതാണ്, ഇതുപോലെ നിന്നെ നല്ലോണം നോക്കണ ഒരുത്തന്റെ കൈ തന്നെ ദൈവം കൊണ്ട് കൊടുക്കണേ എന്ന്. എന്തായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നാലും ഇവനെ പോലൊരു സൈക്കോനെ നീ എവിടുന്ന് പൊക്കിയിടി? ഹലോ. ആ സാർ. ഇല്ല മറന്നിട്ടില്ല. നാളെ എന്തായാലും ഞാൻ ആളെ വിടും. അത് സാരമില്ല. ഇതിനൊക്കെ സാർ ഇങ്ങോട്ട് വിളിക്കണോ? ഇല്ല ഉറപ്പായിട്ടും. അത് കുഴപ്പമില്ല. ഓക്കെ സാർ, ശരി. ഇടിക്കണ്ടാടി, ഈ സൂരജിന്റെ റേഞ്ച് കണ്ട. ഇപ്പൊ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങി. സൂരജ്, ഇതൊരു ഫ്ലാറ്റ് ആണ്. നിനക്കൊന്ന് പതുക്കെ സംസാരിച്ചൂടെ? ഓ അടിയൻ. പുറത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയോ. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങണ്ടേ? നമ്മൾ ഇനി എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഇന്നലെ വീട്ടിൽ ചെല്ലുമെന്ന് പറഞ്ഞത്. ഇന്നിനിയിപ്പോ എന്ത് കള്ളം പറയുമെന്ന്. മോളെ ബിസിനസ് ആവശ്യത്തിനായിട്ട് വന്നതല്ലേ. പിന്നെ ജനതാ കർഫ്യൂ കാരണം എല്ലാവരെയും കാണാൻ പറ്റിയില്ല. നാളെ ഒരാളെ കൂടെ കാണാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ നേരെ അങ്ങോട്ട് വരും. ലവ് യു ടു. ഗുഡ് നൈറ്റ്. എന്തിനെ ഇറങ്ങാൻ പറ്റുമോ? ഇന്ന് രാത്രി കൂടെ ഞാൻ നോക്കും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ചാടും. ഒരു സംശയം വേണ്ട, ഞാൻ ചാടും. भाई ओ बंद करो ओ बंद करो ओ मार करो ओ मारो। उधर आदमी है। ओ क्या भाई क्या करते हैं? ओ मेरा चिकन डिनर है। ओ हाय ब्रो. കട്ടിങ് ഹെയർ കട്ടിങ് താടി. ചേട്ടാ എനിക്ക് നന്നായി മലയാളം അറിയാം. മലയാളം അറിയോ? പൊളിച്ച്. ചേട്ടന് ദിസ് മോഡൽ ദിസ് വാല ഓ ദിസ് അച്ഛാ ചേട്ടന് നന്നായി ചേരും. ചേട്ടനെ സുന്ദരനാക്ക അന്തരായേ. भाई कौन सा कट चाहिए? ഇത് പറ്റോ? वाला ഇത് മതി. ഇത് പൊളിക്കും. കൊല്ലാമോ? ഇത് മതി. हेल्थ सेक्टर के एक्सपर्ट्स ഡാർലിംഗ്, ഞാൻ ബ്യൂട്ടി പാർലറിലാണ്. ഹെയർ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാൻ വന്നതാണ്. ഒളിച്ചോട്ടാണെങ്കിൽ കല്യാണം അല്ലേ, ഒന്ന് ഫ്രീക്ക് ആവണ്ടേ? ഞാൻ നാളെ കോഴിക്കോട് എത്തിക്കൊള്ളാം. വച്ചോ, ഞാൻ വിളിക്കാം. റൊമാൻസ്. ചേച്ചി പൊളിയാണല്ലോ ചേട്ടാ. എന്റെ അല്ലേ സെലക്ഷൻ. ദ ലോങ് ഹെയർസ് ലവ്. 12 बजे से पूरे देश में जी ध्यान से सुनिए, आज रात 12 बजे से
ജിയാ संपूर्ण ഏത് देश ജി में मोदी जी വീട് നോട്ട് വരുവാനോ लॉकडाउन होने जा रहा है। ए नॉट नीरो नहीं है शॉप कोरोना हिंदुस्तान कोरोना को बचाने के शॉप लिए- कंप्लीट इंडिया कंप्लीट बंदे हिंदुस्तान अदोंनु- के हर नागरिक को बचाने के लिए ഭായ് ഭായിയുടെ आपको കല്യാണം बचाने നാളെ के लिए, നടക്കില്ല आपके ചേച്ചിയിലോട് परिवार को വേണ്ടെന്ന് അയ്യോ പറയാ അപ്പൊ എന്റെ കല്യാണം आज रात 12 നാളെ നടന്നില്ലെങ്കിൽ പിന്നെ നടക്കൂല എന്റെ പൊന്നോ ആറ്റു നോറ്റിട്ട പെണ്ണാണ് ദോ അവള് വിളിക്കണ് അയ്യോ എന്റെ പൊന്നു അയ്യോ അയ്യോ भाई मेरे पैसा पैसा ए भाई मेरा पैसा സാർ சொல்லுங்க സാർ എടാ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നാളെ മുതൽ 23 ദിവസം ലോക്ക്ഡൗണാ. പണിയൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ അങ്ങോട്ട് വരാനും പറ്റത്തില്ല. അപ്പോ അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോയി നാട്ടിലൊക്കെ പോയി സ്വസ്ഥമായിട്ട് തിരിച്ചു വാ. ഈ സാർ, പ്രശ്നങ്ങളെല്ലാം அப்படி சொல்லாங்க കഴിഞ്ഞിട്ട് சார். വന്നാ മതി. அங்க ஊர்ல எனக்கு யாரும் இல்ல சார். அங்க போய் நான் என்ன பண்றது? நான் எப்படியாவது இங்க அட்ஜஸ்ட் பண்ணலாம் சார். എടാ ഞാൻ പറയുന്നത് മനസ്സിലാക്ക് നീ. ഇവിടെ നിന്ന് ചോറ് തരാൻ പോലും ആരും കാണത്തില്ല നിനക്ക്. ഒന്നും അല്ലെങ്കിലും സ്വന്തമായിട്ടൊരു വീടില്ലേ, അവിടെ നാട്ടുകാരില്ലേ. 1-2 വർഷമായില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട്. അപ്പൊ നാട്ടിലൊക്കെ പോയി സ്വസ്ഥമായിട്ട് ഇതെല്ലാം കഴിഞ്ഞു വരൂ. சார், அப்படி சொல்லாங்க சார். சார், தாசா നിന്റെ ഒരു കണ്ണ് ഇവിടെ എപ്പോഴും വേണം. ഇത് എന്റെ ഫ്ലാറ്റാണ്. ഒരു പരിഭവം വിചാരിക്കണ്ട, നീ ഒന്നും വിചാരിക്കണ്ട. നീ ഇതിട്ടാണോ പോണേ? യെസ്, ആൾമാറ. ആരെങ്കിലും കണ്ടാലും ആണാണോ പെണ്ണാണോ എന്ന് സംശയിച്ചിരിക്കുന്നതിൽ രക്ഷപ്പെടാനുള്ള സൈക്കോളജിക്കൽ മൂവ്. പോട്ടടാ. ഓക്കെ, ടാറ്റാ. വാങ്ങിച്ചത് മുഴുവൻ ഇന്ന് തന്നെ അടിച്ചു തീർക്കുവോ? പട്ടാളത്തിൽ നിന്ന് കിട്ടിയ ഒരു നേരത്തേക്കുണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാതെ ദുബായിൽ നിന്ന് ഒരുത്തം വന്ന് ചാടി. അതിന്റെ ഇത്. ശരി ശരി, ഇങ്ങനെ കുടിച്ചാൽ അധികം നാളെ കുടിക്കേണ്ടി വരില്ല. ഓ, എനിക്കാണെങ്കിൽ അടിക്കാതെ രാത്രി ഉറക്കം വരത്തില്ല. ലക്ഷ്മി മോൾ ഉറങ്ങുന്നവരെ കുഴപ്പമില്ല. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായ പോലെയൊക്കെ തോന്നും. പിന്നെ ഒരു ഒറ്റപ്പെടല. മദ്യവെച്ച് ബോധം പോയാൽ പിന്നെ ഒന്നും ഓർക്കണ്ടല്ലോ. അപ്പൊ ശരിയടാ, നോക്കിയൊക്കെ പോ. ശരി ശരി, ഗുഡ് നൈറ്റ്. പ്രേതമൊക്കെ ഉള്ള ഫ്ലാറ്റ് ആണേ. ഓ പിന്നെ പ്രേതം. പ്രേതമേ, പ്രേതമൊക്കെ നമ്മൾ മനുഷ്യന്മാരുണ്ടായി.
അഖിലെ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫ്ലാറ്റിൽ ക്വാറന്റൈനിലുള്ള ആൾക്കാർ അകത്തിരിപ്പുണ്ടോ? ആ, അകത്താണോ അതോ പുറത്തിറങ്ങി കറങ്ങി നടക്കുന്നുണ്ടോ എന്ന്. നിനക്ക് നിന്റെ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ വെച്ചോളാം. ഒരു അബദ്ധം പറ്റും, ഒരു ചാൻസ് കൊടുക്കാം. ഹലോ മാധവേട്ടാ. ആ എന്താ വന്നേ. ആര് വീണെന്നാ പറഞ്ഞേ? പാർക്കിങ്ങിലോ? എവിടെ എങ്ങനെ വീണ? അയ്യോ മോളെ പറയല്ലേ. മോളെ നീ എന്താ ഇവിടെ? ചാടാൻ പറ്റൂല. എന്നെ ഈ കോലത്തെ കണ്ടിട്ട് താഴെടുത്തും ബോധം കിട്ടി വീണ്. മൊത്തം ആൾക്കാരവിടെ കൂടിയിരിക്കുക. പിന്നെ കയറി വന്നപ്പോ ഒരു കൊച്ചും കണ്ട്. ആരാ? ലക്ഷ്മി മോളാണോ? എനിക്കറിയാൻ പാടില്ല. അതെന്നെ കണ്ട് ചിരിച്ചിട്ട് ഓടിപ്പോയി. ആ മോഹൻദാസ് നിങ്ങളുടെ ഫ്ലാറ്റിലാണ്? പിന്നെ അയാളുടെ അല്ലേ ഈ ഫ്ലാറ്റ്? അയാൾ അവളുടെ അച്ഛന്റെ ഫ്രണ്ടാണ്. അയാൾ അങ്ങനെ എന്നെ കണ്ടിരുന്നെങ്കിൽ തീർന്നു.